തലശ്ശേരിയിൽ CPM സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത വേദിക്കരികെ ബോംബേറുണ്ടായ സംഭവത്തെ തുടർന്ന് കണ്ണൂരും കോഴിക്കോട്ടും BJP ഓഫീസുകൾക്ക് നേരെ ആക്രമണം. സംഭവത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി CPM BJP നേതാക്കൾ രംഗത്തെത്തി. തലശ്ശേരി നങ്ങാരത്ത് പീടികയിൽ ഇന്നലെ വൈകിട്ട് CPIM പൊതുയോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കെയാണ് വേദിക്കരികിലേക്ക് ബോംബേറുണ്ടായത്. സംഭവത്തെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ, നടുവനാട്, ചാവശ്ശേരി, ഇരിക്കൂർ എന്നിവിടങ്ങളിൽ BJP ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. വടകര, കോട്ടപ്പള്ളിയിലും നാദാപുരം, ഇരിങ്ങണ്ണൂരും CPIM പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് BJP ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടായത്. പാർട്ടി ഓഫീസുകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇരിക്കൂറും ഇരിങ്ങണ്ണൂരും BJP ഹർത്താൽ ആചരിച്ചു. തലശ്ശേരിയിൽ CPIM പൊതുയോഗ സ്ഥലത്തേക്ക് ബോംബെറിഞ്ഞത് RSS ആസൂത്രിതമായി നടത്തിയതാണെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ആരോപിച്ചു. RSS നേതൃത്വം തന്നെ ആസൂത്രണം ചെയ്ത അക്രമ സംഭവമാണ് ഇത് എന്നതാണ് CPMന് പറയാനുള്ളത്. കാരണം ഇത് ഏതെങ്കിലും ചില ക്രിമിനലുകൾ പെട്ടെന്നുണ്ടായിട്ടുള്ള പ്രകോപനത്തെ തുടർന്ന് നടത്തിയിട്ടുള്ള സംഭവമല്ല. അതേസമയം തലശ്ശേരി സംഭവത്തിന് പിന്നിൽ CPIM ആണെന്നും നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തുന്നതെന്നും BJP നേതാവ് MT രമേശ് ആരോപിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നൂറുകണക്കിന് പ്രവർത്തകന്മാർ പങ്കെടുത്ത ഒരു യോഗത്തിൽ ഇങ്ങനെ ഒരാൾ ബൈക്കിൽ വന്ന് ബോംബെറിഞ്ഞിട്ട് അയാളെ പിടികൂടാനോ ഏറ്റവും ചുരുങ്ങിയത് അയാൾ വന്ന വാഹനം ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും CPMകാർക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ കെട്ടുകഥ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല കേരളത്തിലെ ആളുകൾ. ഒന്നുകിൽ CPM പ്രവർത്തകരുടെ കയ്യിൽ നിന്നുള്ള ബോംബാണ് പൊട്ടിയത്, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തെ ചേരുതിരിവിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമാണ്. ഇത് RSSൻ്റെയും BJPയുടെയും തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് ഇപ്പോൾ CPM ആയിട്ടുള്ള ഒരു പ്രതിക്കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് CPI നടത്തുന്നത്. തലശ്ശേരി KP ജിജേഷ് സ്മാരക മന്ദിരം ഉദ്ഘാടനത്തിനിടെയാണ് ബോംബേറുണ്ടായത്. പരിപാടിയുടെ ബോർഡും ബാനറും നേരത്തെ നശിപ്പിക്കപ്പെട്ടിരുന്നു. ന്യൂസ് 18 കണ്ണൂർ, കോഴിക്കോട്.